ഹോർമുസിൽ UAE ടാങ്കറുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇറാനെതിരെ അമേരിക്കയുടെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ ബന്ദർ അബ്ബാസിലും കിഷ് ദ്വീപിലും സ്ഫോടനങ്ങൾ നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധവും ആരംഭിച്ചിട്ടുണ്ട്. ഗൗതം ആമറകുഞ്ചം ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, സങ്കടകരമായ അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോവുകയാണ്. എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു? ആനന്ദ്, പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ശക്തമാകുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ദുഃഖകരമായ കാര്യം, വീണ്ടും ഈ സംഘർഷത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സൈപ്രസ് ഫ്ലാഗുമായി പോയ ഇന്ത്യൻ കപ്പലിന് നേരെ ഹോർമുസിൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ UAE കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികരാണ് കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവരുടെ വിശദാംശം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും 8 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് നമുക്ക് രാവിലെ ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം ശക്തമായി തുടരുകയാണ്. ഇറാൻ്റെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് അമേരിക്ക ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഖൊർഷമിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ മിസൈൽ ആക്രമണം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ഉള്ളത്. ഈ ഖൊർഷം തീരത്തിന് സമീപമാണ് നേരത്തെ സൂചിപ്പിച്ച ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് UAE വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വ്യോമാക്രമണം തുടരുകയാണ് ഇറാൻ്റെ തീരപ്രദേശങ്ങളിൽ. അതേസമയം ഇറാൻ അതിൽ തിരിച്ചടികളും നൽകുന്നുണ്ട്. ഇറാൻ്റെ തിരിച്ചടികൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചാണ്. നിലവിൽ ബഹ്റൈനിലും കുവൈത്തിലും ഉൾപ്പെടെ വ്യോമാക്രമണങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതായി കുവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ സമാനമായ റിപ്പോർട്ട് തന്നെയാണ് ബഹ്റൈനിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത്. ആ ഘട്ടത്തിൽ നിലവിൽ ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതുവഴിയുള്ള ചരക്ക് നീക്കമോ കപ്പൽ ഗതാഗതമോ ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ നടക്കില്ല എന്നതാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. അതേസമയം ഹോർമുസിൽ ടോൾ ഏർപ്പെടുത്തിക്കൊണ്ട് 20% ടോൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഹോർമുസിൻ്റെ നിയന്ത്രണം ഇറാനെ ഏൽപ്പിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യവുമായി ഇറാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനം, അല്ലെങ്കിൽ ആ 20% ടോൾ എന്നുള്ള ആ നിർദ്ദേശം അംഗീകരിക്കാൻ നിലവിൽ സാധ്യമല്ല എന്നുള്ള നിലപാടിലാണ് ട്രംപും അമേരിക്കയും ഉള്ളത്. കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള, കുറച്ചുകൂടി മാന്യമായിട്ടുള്ള ഒരു ടോൾ സംവിധാനത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് പരിഗണിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉടലെടുക്കുകയാണ്. ആനന്ദ്.